Give it, Sonny. Good. Well done, my boy. ഞാൻ എന്തെടുത്തെറിഞ്ഞാലും നീ അതെടുത്ത് എന്റെ കൊണ്ട് തരണം. ഓക്കേ? പട്ടിയും കളിപ്പിച്ചോണ്ട് നിൽക്കുന്നേ ഉള്ളോ? ഓഫീസില്ലേ? നായ്ക്കളെന്നൊക്കെ പറഞ്ഞ നന്ദിയുള്ള ജാതിയാ, വഞ്ചിക്കയില്ല. ഇന്നലെ നീ എന്താ ലേറ്റ് ആയത്? ഓഫീസിൽ ഒരല്പം വർക്ക് കൂടുതലുണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നപ്പം നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ ഫീൽഡിൽ പോയിരുന്നു, വർക്കേഴ്സിന് കൂലി കൊടുക്കാൻ. നീ എന്നിട്ട് ഇവിടെ വന്നിട്ടാണോ പോയത്? ഇതെന്താ പോലീസ് സ്റ്റേഷനോ? വന്നോ പോയോന്നൊക്കെ ചോദിക്കാൻ? എനിക്ക് നേരായി, ഞാൻ പോണു. പോലീസ് സ്റ്റേഷനും കോടതിയും കൊണ്ടൊന്നും അവസാനിക്കില്ല. അവനെ ഞാൻ പിടിക്കും. ഉണ്ണുണ്ണിയുടെ തനി നിറം നീ എപ്പോഴേ അറിയും. നിങ്ങളെ പറ്റിക്കാണോ? 2 ദിവസം കാശ് തരാമെന്ന് പറഞ്ഞിട്ട് മഷിയിട്ട് നോക്കിട്ട് തന്നെ കാണുന്നില്ലല്ലോ. ഇപ്പൊ ഞങ്ങളുടെ കാശ് കിട്ടണം. എന്റെ ദൈവമേ, ഇതൊരു പുലിവാലായല്ലോ. ഞാൻ സത്യം പറയാം, വെറും 10 രൂപയാണ് ലോട്ടറി അടിച്ചത്. സംശയമുണ്ട് അവരോട് ചോദിക്കാൻ. ആഹാ, ഞങ്ങൾ ചോദിച്ചപ്പോ അവൻ പറഞ്ഞ 1 ലക്ഷം രൂപ അടിച്ചെന്ന്. അയ്യോ മഹാഭാവി, അവൻ അങ്ങനെ പറഞ്ഞോ? അവന്റെ കയ്യിൽ നിന്ന് താൻ ടിക്കറ്റ് വാങ്ങിക്കുന്നത് ഞങ്ങൾ കണ്ടതാ. മര്യാദയ്ക്ക് കാശ് തന്നില്ലെങ്കിൽ പിടിച്ച വരി കേസിന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും, കോടതി സാക്ഷിയും പറയും. അതൊന്നും വേണ്ട, കാശ് ഞാൻ തരാം. പക്ഷേ ഞാൻ ഇപ്പൊ ഇത്തിരി ടൈറ്റാ. അടുത്ത വ്യാഴാഴ്ച വന്ന എല്ലാവരുടെ കാശ് ഞാൻ തരാം. ഇത് അവസാനത്തെ അവധിയാ. ഞാൻ തരാം. കാപ്പി വേണ്ട, കാശ് മതി. ശരി, കാശ് തരാം. എന്താടോ പുറത്തിരിക്കാവെന്ന് പറഞ്ഞത്? ഇത്തിരി നല്ല വായു ശ്വസിക്കാമല്ലോ. മോളോട് നിന്ന് ഒരു കാര്യം പറയാനുണ്ട്. അവിടെ മുറിയുടെ ജനലും വാതിലൊക്കെ മുറുക്കി അടച്ചേക്കണം. ആ കൊച്ചിന്റെ കീറ്റിൽ പുറത്ത് വെക്കരുത്. പിന്നെ അവളിങ്ങോട്ട് വരാതെ നോക്കണം. അഥവാ ആരെങ്കിലും വിളിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞേര്. ചില ആവശ്യമില്ലാത്ത ഫോൺ കോൾ വരും. ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ. ഇതാ അച്ഛൻ വന്നല്ലോ. ഇനിയെങ്കിലും ഇറങ്ങച്ചോ. ചോപ്പല്ല. എന്താണോ ഇത്? ചാകണോ അച്ചോ? ചാകണോ? ആർക്ക്? അല്ല, ഷൂസിന്റെ അടി ചാണകം വെച്ചോ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണ്ടോ പൊക്കാൻ? ഇനി പറഞ്ഞിട്ട് പോക്കാം അച്ചോ. സോറി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉണ്ണുണ്ണി എത്തിയപ്പോ താമസിച്ചു. എന്റെ കുഴപ്പമല്ല. സാറിന് 8 മണിക്ക് പെട്ടിയായിട്ട്. ഉണ്ണുണ്ണിയല്ലവൻ, മണ്ണുണ്ണിയാ. തലക്കകത്ത് മുഴുവൻ മണ്ണ. ഇവന്റെ ഭാര്യ ഡെയ്സി മിടിക്കുക. ഇത് കഴുത. തനിക്ക് ഇവനെ തന്നിട്ട് അവളെ ഞാൻ എടുത്തോളാം. വേണ്ട, എനിക്ക് അവളെ തന്നെ മതി. മിടിമിടിക്കുക. ഇനി യവന്മാരെങ്ങാനും ആണോ ചുവന്ന സോക്സ് ഇട്ട് എന്റെ വീട്ടിൽ കയറി? അപ്പൊ മനസ്സമ്മതം അടുത്ത ഞായറാഴ്ച. ബോബിയോട് കൂടെ പറഞ്ഞേക്കാം. ബോബി, വെറുതെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളങ്ങ് തീരുമാനിച്ചാ മതി. ചായ. സോറി. പണ്ടത്തെ പോലൊന്നും അല്ലടോ. വിവാഹം സ്വർഗത്തിലൊന്നും അല്ല, ഭൂമിയിൽ തന്നെ ഇഷ്ടപ്പെട്ടവര് പരസ്പരം തീരുമാനിച്ചങ്ങ് നടത്തുക. ചാക്കോച്ചൻ പറഞ്ഞതാ ശരി. ഇഷ്ടമില്ലാത്തവരെ പരസ്പരം കൂട്ടിയിണക്കുന്നത് ശരിയല്ല. അവസാനം വെറുതെ ദുഃഖിക്കേണ്ടി വരും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താണോ കാലെ പിടിക്കുന്നത്? അല്ല, കരണ്ടി കിട്ടി. മണ്ണുണ്ണി എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മനസ്സമ്മതം ഞായറാഴ്ച ഞങ്ങളങ്ങ് നിശ്ചയിക്കുക. അതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ല, സമ്മതം ഇല്ലെങ്കിൽ പള്ളി വരെ പോകണ്ടല്ലോ. ആ ചെലവ് ലാഭിക്കാലോ എന്നാ ചാക്കോച്ചന്. ഒന്നും പറയാൻ പറ്റാത്ത കാലമാ. വിവാഹം കഴിയുമ്പോഴാ ചിലരൊക്കെ അറിയുന്നു ചെറുക്കിന് വേറെ ഭാര്യയും പിള്ളേരും. ബോബി കേട്ടിട്ടില്ലേ? എനിക്ക് 2 കേസ് അറിയാം. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? കർത്താവ് ക്ഷമിക്കില്ല അവരോടൊന്നും. വല്ലവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്നതിനോട് കർത്താവ് ക്ഷമിക്കോ അച്ചോ? ഒരിക്കലുമില്ല. എനിക്കറിഞ്ഞാ മതി. ഞാനെന്നാ പോട്ടെ. ഓഫീസിലേക്കല്ലേ? ശരി, പോയിക്കോ. ചുവന്ന സോക്സ്. ഹലോ, ബേബിച്ചാനാ? ഞാനാ ബോബി. ബേബിച്ചാനെങ്കിലും എന്നെ വിശ്വസിക്കണം. പഴയ മറ്റേ കോളേജിലെ നീ തന്നെയാണോ? അതെ ബേബിച്ച.
നീ അവളെ കെട്ടാൻ തയ്യാറാണെന്നും ഡാഡിയോട് പറയണമെന്നൊക്കെ നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ? അവളുടെ ഫോട്ടോ നീ എനിക്ക് അയച്ച ഇപ്പോഴും എന്തേലുണ്ട്. അല്ല, പിന്നെ അവളെ വിട്ടുപോയത് ഞാൻ പറഞ്ഞില്ലേ? ഓ ഓ ഓ ആ കഥ അത്ര വിശ്വസനീയമല്ലായിരുന്നു. എന്റെ ബേബിച്ച ഒന്ന് ആലോചിക്കണം. ഞാൻ സുശീലയുടെ കാര്യവും സുധയുടെ കാര്യവും കോളേജിലെ പ്രിൻസിപ്പലിന്റെ അനിയന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നീനയായിട്ട് എപ്പോഴെങ്കിലും ഒരു അബദ്ധം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ബേബിച്ചാനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ഇതൊന്ന് തെളിയിക്കാൻ എന്താ വഴി? ഒരു വഴിയുണ്ട്. ഏയ്, ഗർഭം ഉണ്ടാകാൻ വഴിയില്ല. എന്റെ ദൈവമേ, ഡെയ്സിക്ക് ഗർഭം. വെറുതെ കളിക്ക് തുടങ്ങിയ ബന്ധമാണ് ചേട്ടാ. നിനക്ക് കളിച്ച് ഗർഭം ഉണ്ടാക്കാനാണോടാ എന്റെ ഭാര്യ? അവളുടെ കാര്യം നോക്കണ്ട, നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ലടാ തെണ്ടി. നീ ഊരുന്നൊന്ന് കാണട്ടാ. ഇങ്ങനെ ടെസ്റ്റ് നടത്തി അറിയാല്ലേ? ഏയ്, ഒരാൾക്കും അറിയില്ല. ഡെയ്സിക്ക് മാത്രമേ അറിയൂ. അവൾ എന്റെ അടുത്തുണ്ട്. ഇല്ലില്ല, അവൾ ആരോടും പറയില്ല. നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് വിചാരിച്ചില്ല. ശരി, ഞാൻ വെക്കട്ടെ. ഇത്രയും വെച്ചത് പോരാടാ, ഇനിയും വെക്കണോ? എത്ര? 110. എന്ത് പറഞ്ഞു? ഒരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഹോസ്പിറ്റലിൽ വെച്ചായ എല്ലാരും അറിയും. ഒരു നഴ്സിനെയും കൂട്ടി വീട്ടിലേക്ക് വാ. പോവാം. ഗർഭമായതും പോരെ, അതാരും അറിയാതെ കലക്കാനുള്ള പരിപാടിയാണ്. കർത്താവേ, ഞാൻ എന്തെങ്കിലും കടുക ചെയ്യും. ഈ ടെസ്റ്റിലൊന്നും എനിക്ക് വിശ്വാസമില്ല. നിന്നെ വിശ്വസിപ്പിക്കാനൊന്നുമല്ല. ഇതിന്റെ റിസൾട്ട് വന്നിട്ട് നിന്നെ ഇവിടുന്ന് ചവിട്ടി ഇറക്കിയിട്ട് വേണം എനിക്ക് വേറൊരു പെണ്ണെ കെട്ടി നിന്റെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞിറക്കാൻ. കെട്ടി നോക്ക്, പള്ളി വന്ന് ഞാൻ ബഹളം. എനിക്കറിയാം. അപ്പൊ ഞാൻ ഈ തെളിവ് അവരുടെ മുമ്പിലിട്ട് കൊടുക്കും. നിന്റെ ലവ് ലെറ്ററിനെക്കാളും വില അതിലുണ്ട്. അതിനടുത്ത് മിണ്ടായിരിക്കാൻ പറ. എപ്പോ നോക്കിയാലും പറഞ്ഞ് കഴിഞ്ഞോളൂ. വെറുതെ എവിടെ കിടന്ന് വഴക്കടിക്കണ്ട. റോയരെ, താനിവിടെ പോകും. റിച്ചാർഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ദാനിയൽ തന്നെ ഏൽപ്പിക്കണം. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചുകൊണ്ട് വേണം വരാൻ. അത് പിന്നെ പ്രത്യേകം പറയണോ? പട്ടണി പൊട്ടയില്ലാന്നല്ലേ ചൊല്ലേ. പട്ടരൊക്കെ ശരിയാ, പക്ഷെ പട്ടി എന്തൊക്കെ പോയാലാകരുത്. എന്താ റിസൾട്ട് കിട്ടിയോ? കിട്ടി. ഇതെന്താണോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ABCD അക്ഷരമാല പോലുണ്ട്. ഒക്കെ ഞാൻ ഡോക്ടർ ഡാനിയലിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് സംഗതി ഒരു പ്രശ്നമില്ല, ഒന്നും പേടിക്കാനുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ദൈവം എന്റെ കൂടെ. ആദ്യ ഗ്രൂപ്പ് നോക്കാം. തന്ത എയും തള്ള ഓയും ആണെങ്കിൽ കുഞ്ഞ് എയോ ഓയോ ആയി. പക്ഷെ കുഞ്ഞ് എയും അല്ല ഓയും അല്ല. ഒന്നും പേടിക്കാൻ. ഇങ്ങോട്ട് മാറി എന്ന് കേക്ക്. എന്നിട്ട് പിന്നെ നെഗറ്റീവും പോസിറ്റീവും നോക്കി. അതായത് തന്ത നെഗറ്റീവും തള്ള നെഗറ്റീവും ആണെങ്കിൽ കുഞ്ഞിന് നെഗറ്റീവ് ആയിരിക്കണം. പക്ഷെ നമ്മുടെ കുഞ്ഞ് നെഗറ്റീവ് അല്ല. അപ്പൊ പിന്നെ ആ കാര്യത്തിൽ ഒട്ടും പേടിക്കും. ഇപ്പോഴെങ്കിലും ഡാഡിക്ക് എന്നെ വിശ്വാസമല്ലോ. താൻ വെറുതെ കിടന്ന് ഇത് പോകാതെ ഡോക്ടർ എന്ത് പറഞ്ഞു പറയണോ? ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല. തള്ള A പോസിറ്റീവും തന്ത B പോസിറ്റീവ് ആണെങ്കിൽ കുഞ്ഞ് AB പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ അത് അങ്ങനെയാണോ എന്ന് പരിശോധിച്ചപ്പോ അങ്ങനെയാണ്. വ്യക്തമായിട്ട് പറയണോ? വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കുഞ്ഞിന്റെ തന്ത ദേ ഈ നിൽക്കുന്ന പാർട്ടി തന്നെ. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇയാളെ പറഞ്ഞു വിട്ടപ്പോഴാണ് ഞാൻ ചോദിച്ചാ പപ്പ എന്ന് പറഞ്ഞു വരുന്നത്. കുഞ്ഞിന്റേതായത് എന്റെ കുറ്റം കൊണ്ടൊന്നുമല്ല. പേടിക്കാവുന്നില്ല പല്ലവി പാടിയതോ. ഞാൻ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് ഡോക്ടറോട് എടുത്തെടുത്ത് ചോദിച്ചത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ അതിവിടെ വന്ന് പറഞ്ഞത്. താൻ വ്യക്തമായിട്ട് ചോദിച്ചു. വ്യക്തമായിട്ട് തന്നെ ചോദിച്ചു. അതല്ല കടലാസ് അപ്പൂപ്പിന്റെ പേരുണ്ട്, അച്ഛന്റെ പേരുണ്ട്, കൊച്ചിന്റെ പേരുണ്ട്. ക്ഷണിക്കേണ്ട ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതാണ് കടലാസ്. അല്ല, ഇത് റേഷൻ കാർഡിനുള്ള അപേക്ഷയാണ്. ഇതേതാ പോയ പെൺകുട്ടി? അത് നീന, കുട്ടികളെ പഠിപ്പിക്കാൻ വന്നതാ. പിന്നെ ഞാൻ വന്നത് കാഞ്ഞിരപ്പള്ളിക്കാര് നാളെ കാലത്തെ ഇങ്ങോട്ട് വരാം. ഏത് കാഞ്ഞിരപ്പള്ളിക്കാര്? ജയയുടെ ചെറുക്കന്റെ വീട്ടുകാര്. ഓ, കാഞ്ഞിരപ്പള്ളിക്കാര്. ജയയുടെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല എന്നും പറഞ്ഞ് അവരെന്നെ വിളിച്ചു. ഫോൺ കിട്ടുമല്ലോ. അത് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ പോട്ടെ, ഓഫീസിൽ ഒരുപാട് പണിയുണ്ട്. എക്സ്ക്യൂസ് മീ, ഞാൻ ചാക്കോ. നാളെ എന്റെ മകളുടെ മനസ്സമ്മത. നീനയും പള്ളി വരണം. ഈ വീട്ടിലെ ഒരു അംഗം എന്ന നിലയിൽ
ഞാൻ ക്ഷണിച്ചില്ല എന്ന് വേണ്ട. വരാം. ഓക്കെ. ഇവിടെ വരേണ്ടവരോടൊക്കെ പള്ളി വരാൻ പറയാം, അല്ലേ ഡാഡി? ഇങ്ങോട്ട് വരാതിരിക്കാൻ കാരണം പറയണ്ടേ? മിറ്റം മുഴുവൻ ചെളിയെന്ന് പറഞ്ഞാൽ തലയ്ക്കകത്താ ചെളി. ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുന്നു. തായേരൊന്നുമല്ല, വേറെ അതല്ല. അങ്ങാടി തോട്ടെ അമ്മയോടൊന്ന് പറഞ്ഞ പോലെ. അയ്യയുടെ മക്കട്ട് കയറണ്ട. സത്യം എത്ര കാലം മറച്ചു വെക്കാൻ പറ്റും? എല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞ ഞാൻ ആത്മഹത്യ ചെയ്യും. ഈ പരിസ്ഥിതി അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർക്ക് രക്ഷപ്പെടും. പക്ഷെ സത്യം തെളിയിച്ചിട്ടാ ഞാനത് ചെയ്യും. സത്യം തെളിഞ്ഞാ പിന്നെ ആത്മഹത്യ ചെയ്യണെന്തിനാ? മിണ്ടായിടക്കണവാ. ആവശ്യമില്ലാത്ത ഒരു അഭിപ്രായം പറയരുത്. കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള നിലയിലായി. നാളെ നമ്മൾ ഒരുമിച്ച് ഇറങ്ങണ്ട, ഓരോരുത്തരായിട്ട് പള്ളിയിലോട്ട് പോയാൽ മതി. നിന്റെ കോട്ടും കളസൊക്കെ ഇന്ന് രാത്രി തന്നെ കെട്ടിപ്പൊതിഞ്ഞ് കാറ വെച്ചേക്കണം. അവള് കാണണ്ട. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയ കല്യാണത്തിന് മുമ്പ് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കായിരുന്നു. എന്ത് വഴിയാ ഡാഡി? ദിവസം തോറും തെളിവ് കൂടി. ആവശ്യമില്ലാത്ത എന്നോട് ചാടണ്ട, ഞാൻ കാര്യ പറഞ്ഞത്. ബേബി വരുന്നവരെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കൊണ്ടുപോകണം. ബാക്കി കർത്താവിന്റെ കയ്യിലാ. അവിടെ വേറൊരു കല്യാണം നടക്കുന്നുണ്ട്, നമ്മുടെ പാലായിലെ റോയ്ച്ചന്റെ മകന്റെ. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി നടക്കും. ഞാൻ റോയ്ച്ചനൊന്ന് കണ്ടേച്ചു വരാം. അല്ല, ബോബി എവിടെ? അവനിപ്പോ വരും. ആ, എല്ലാരും പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. വേഗം ചെല്ലേ. ആ പെണ്ണറിയണ്ട കേട്ടോ. അയ്യേ, ഈ കുപ്പായിട്ടുണ്ടാണോ മനസ്സമ്മതത്തിന് പോണ്? കോട്ട് സൂട്ടും ഒക്കെ ഇട്ടോണ്ട് ഇറങ്ങിയാൽ അപ്പൊ അവർക്ക് കാര്യം പിടിട്ടും. അതൊക്കെ കൊണ്ട് ഞാൻ ദേശീയയുടെ വഴി നിൽക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് മാറിയിട്ട് പോക്കോളാം. വേഗം ചെല്ലേ, വേഗം ചെല്ലേ. ബോബി, എങ്ങോട്ടാ പോന്നെ? ഇവിടെ അടുത്തൊരു റെയിൽവേ പാളമുണ്ട്, അവിടെ വരെ വരുന്നോ? എന്തിനാ? ഒന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസമായി. ഇവിടെ അതിന് സമയം കിട്ടിയത്. കാണാൻ വരുന്നോ? ആ കൊച്ചിനെ എടുത്തോ, നല്ല രസമുണ്ടാവും. ഓ, അതിനാണെങ്കിൽ തന്നെത്താൻ പോയാ മതി. ഞാൻ വിചാരിച്ചു പള്ളിയിലേക്കാണെന്ന്. ആര് പറഞ്ഞാ പള്ളി പോണെന്ന്? അല്ല, ഇന്ന് മനസ്സമ്മതല്ലേ? ആരുടെ? ബോബിയുടെ ഡാഡിയുടെ കൂട്ടുകാരൻ ചാക്കോച്ചൻ ഇന്നലെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാലോ. ഒരുപാട് നാളായി പള്ളി പോയിട്ട്. ഇനി പള്ളിയിലേക്ക് എഴുന്നള്ളാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. പ്രാർത്ഥിക്കാൻ കണ്ട നേരം. ഞാൻ പ്രാർത്ഥിച്ച ബോബിക്ക് ഇത് എന്താ? നീ പള്ളി പോയി പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന എന്റെ ശവടൊക്കെ ഒന്നിച്ചായിരിക്കും. വീട്ടിൽ നാട്ടിച്ച പോലെ ഇനി നാട്ടുകാരെ മുമ്പിൽ കൂടെ നാട്ടിക്കണോ? മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോ, ഇല്ലേ കൊച്ചിനെ തള്ളം കൊടുത്ത് കുരിശ് തറയ്ക്കും. ബോബി എങ്ങോട്ടാ? എനിക്ക് ഓഫീസിൽ ഇത്തിരി പണിയുണ്ട്. ഞായറാഴ്ച കേട്ടോ. എനിക്ക് തോന്നുമ്പോ ഞാൻ ഓഫീസിൽ പോകും. നീ ആരെയും ചോദിക്കാൻ? കെട്ടിയനോട് എവിടെ പോകുന്നു ചോദിക്കാൻ ഭാര്യയ്ക്ക് അധികാരമില്ലേ? അതൊക്കെ സോറി, പള്ളി പോയി പറഞ്ഞാൽ മതി. അതാ ചോദിച്ചത്. പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരാന്ന്. ബോബി, ഓരോരുത്തർ ഓരോ സ്ഥലത്തേക്ക് പോയി. ഇവിടത്തെ ഈ കഴിവറവന്മാരെ മേയ്ക്കാൻ തന്നെ എനിക്ക് 10 തലവ് 20 കയ്യും വേണം. അതിനിടയ്ക്ക് കൊച്ചി കിടന്ന് കയറ്റിയാല് അവൾ ഉറങ്ങി. ഇപ്പോഴെങ്ങും ഉണരൂല. കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും പറയാനൊക്കില്ല. എല്ലാരും കൂടെ ഊരിയേറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. Sonny, you don't pull me. Everybody has pulled me. Please, Sonny. Oh, oh. What? പള്ളിയിലെത്താൻ സമയമായി. ഞാൻ ഇതിനകത്ത് തന്നെ മാറിക്കൊള്ളാം. ഡേസി കണ്ണടച്ചോ. പവർ എസ്റ്റേറ്റ് കാണിക്കാനുള്ളത് ടാറ്റ എസ്റ്റേറ്റ് കാണിക്കും. നാണം കിട്ടും. മനസമ്മതത്തിന്റെ അന്ന് പോലും അവൾ വെറുതെ വിടൂല. ഇന്ന് ഞാൻ കയ്യോടെ പിടിക്കും. ഭാര്യ പിടിക്കാൻ സമയായി. ബോബിയെ കാണുന്നില്ല. ഇപ്പൊ വരും, ഇപ്പൊ വരും. ആരിത്? നീനയോ? ഹലോ, കുറച്ച് നേരത്തെ വരണ്ടേ? ഞാൻ വിചാരിച്ചു വരില്ല. ഹലോ, ഡാഡി ഇവിടേക്കാണ് വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുമിച്ച് വരായിരുന്നു. ഡാഡി വരാതെ മനസ്സമ്മതം നടക്കൂ? എല്ലാവരും തന്നെ ഡാഡി എന്നാ വിളിക്കുന്നത് അല്ലടോ? അപ്പച്ച, അച്ഛൻ വിളിക്കുന്നു, സമയായെന്ന്. ഇതാണ് പുതുമണവാട്ടി, ഇന്നത്തെ VIP. ഇത് നീന. ഹായ്, ഞാൻ ടീന. ഹായ്. ബോബി എവിടെ? കമ്പനിയിൽ എന്തോ അത്യാവശ്യ പണിയുണ്ട്. ഇന്നാണോ കമ്പനിയിലെ പണി നോക്കാൻ കണ്ട ദിവസം? മനസ്സമ്മതം. അവൻ വന്നോളും. തന്റെ അച്ഛൻ വിളിക്കുന്നതില്ല, അങ്ങോട്ട് ചെല്ല്.